ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണവസ്തു. എല്ലാ ഗോപികോപ്പന്മാർക്കും സാദര പ്രണാമം. കുസൃതി കണ്ണൻ്റെ കഥകൾ കേട്ടാലോ ഇന്ന്? ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ ലീലകൾ കേൾക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? നമുക്ക് എത്ര കേട്ടാലും മതിയാവില്ല ആ കണ്ണൻ്റെ കഥകൾ. ഒന്നുകൂടെ കേട്ടാലോ? കണ്ണൻ ഗോകുലമാകങ്ങനെ ഓട്ടിക്കളിക്കുന്ന കാലം. ഉണ്ണിക്കണ്ണൻ ഗോകുലവാസികളുടെ പൊന്നോമനയാണ്. കോപപാലകരായ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട് കണ്ണൻ്റെ കൂടെ. കണ്ണൻ്റെ കൂട്ടുകാർ ആരെല്ലാം അറിയോ? കുട്ടികൾ മാത്രമല്ല, പൂച്ചകളുണ്ട്, കുരങ്ങുകളുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ കണ്ണൻ്റെ കൂടെ ഉണ്ടാവും. അതെന്താണെന്നറിയോ? ഇവർക്കെല്ലാം കണ്ണൻ ധാരാളം വെണ്ണയും പാലും തൈരും എല്ലാം നൽകും. എല്ലാവർക്കും അങ്ങനെ കൊടുത്തിട്ടേ കണ്ണൻ കഴിക്കൂ. അതുകൊണ്ട് കണ്ണനെ അവരുടെയൊക്കെ കൂടെ അങ്ങനെ കളിച്ച് രസിച്ച് വെണ്ണയൊക്കെ കഴിക്കാൻ വല്ലാത്തൊരു ഇഷ്ടമാണ്. യശോദാമ്മ ധാരാളം വെണ്ണയും പാലും തൈരും ഒക്കെ കണ്ണന് നൽകും. അങ്ങനെ നൽകി ഇങ്ങനെ വന്നാലും കണ്ണൻ എന്താ ചെയ്യാന്നറിയോ? അത് എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് അവർ പിന്നെ ഗോപികളുടെ ആ ഭവനത്തിലൊക്കെ പോയിട്ട് വെണ്ണ എടുത്തിട്ട് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കണ്ണന്. ഗോകുലത്തിൽ കണ്ണൻ പോകാത്ത വീട്ടില്ല. ഗോപികളാണെങ്കിലോ കണ്ണനെ നോക്കി അങ്ങനെ ഇരിക്കും. അവർ കണ്ണന് ധാരാളം വെണ്ണയും തൈരും എല്ലാം നൽകും. എന്നാലോ കണ്ണൻ ഗോപികൾ കാണാതെ അവർ ഉറിയിൽ വച്ചിരിക്കുന്ന ആ വെണ്ണയെല്ലാം അങ്ങ് എടുത്ത് കഴിക്കും. പിന്നെ അത് കൂട്ടുകാർക്കൊക്കെ കൊടുക്കും. പൂച്ചകൾക്കും കുരങ്ങന്മാർക്കും എല്ലാവർക്കും നൽകിയിട്ട് അങ്ങനെ അവൾ അതൊക്കെ എടുത്തിട്ട് അങ്ങനെ കഴിക്കായിരുന്നു. അങ്ങനെ ഈ ഉണ്ണിക്കണ്ണൻ്റെ വികൃതി നമുക്ക് അറിയാം. ആ ഉണ്ണിക്കണ്ണന് കുറച്ച് വികൃതി കൂടുതലല്ലേ? ആ വെണ്ണയും തൈരൊക്കെ കഴിച്ചിട്ട് വെണ്ണ വച്ചിരിക്കുന്ന മൺകലങ്ങളെല്ലാം തന്നെ അങ്ങോട്ട് ഉടച്ച് കളയുന്നു. ഉറിയാണെങ്കിലോ വളരെ ഉയരെ ആണെങ്കിലോ കാലിക്കോല് കൊണ്ടാണ് അത് ആ മൺകലം അങ്ങനെ ഉടച്ചിട്ട് അതിൽ നിന്ന് ഒഴുകുന്ന വെണ്ണയും തൈരൊക്കെ കൈക്കൊണ്ട് പിടിച്ചോ അല്ലെങ്കിൽ നേരെ ചുവട്ടിൽ പോയിട്ട് വായ തുറന്ന് നിന്നോ അങ്ങനെ കഴിക്കും. എൻ്റെ കണ്ണ, ഇതെന്തു ലീലയാണല്ലേ! ഗോപികൾ കണ്ണൻ്റെ വികൃതിയൊക്കെ സഹിക്കാനാവാതെ യശോദാമ്മയുടെ അടുത്തിട്ടൊക്കെ പോയിട്ട് പരാതിയൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ യശോദാമ്മ പറയും, ആ പാവല്ലേ, ആ ഉണ്ണിയെ ഞാൻ എങ്ങനെയാ ശിക്ഷിക്കുക? ആ ഉണ്ണി ചെറിയ കുട്ടിയല്ലേ. അതുകൊണ്ട് ആ വെണ്ണയും തൈരും ഒക്കെ കളഞ്ഞതിന് പകരം ആ അമ്മ യശോദാമ്മ അവർക്കെല്ലാവർക്കും വെണ്ണയും തൈരും അതേപോലെ ചെമ്പുപാത്രവും കലങ്ങൾ എല്ലാം അങ്ങോട്ട് നൽകും. എന്നിട്ട് അവരെ പറഞ്ഞയക്കലാണ്. അങ്ങനെ എന്നാലും പരാതിയൊക്കെ പറയുമെങ്കിൽ കൂടിയിട്ട് ഗോപികൾക്കോ ഈ ഉണ്ണിക്കണ്ണനെ വികൃതി വളരെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗോകുലത്തിലെ ഉപനന്ദനന്മാരിലെ ഒരാളുടെ ഭാര്യയായിരുന്ന പ്രഭാവതി അങ്ങനെ ആ നന്ദഭവനത്തിലേക്ക് വരുന്നു. എന്നിട്ട് യശോദമ്മയുടെ അടുത്ത് പറയണേ, കണ്ണൻ വെണ്ണ മോഷ്ടിക്കുന്നു, അങ്ങനെ കണ്ണൻ വെണ്ണ മോഷ്ടിക്കുന്നു, പിന്നെ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് യശോദമ്മയുടെ അടുത്തിട്ട് വന്ന് പറയാണ്. അപ്പോൾ യശോദാമ്മ പറഞ്ഞു, പിന്നെ കണ്ണനൊന്ന് വഴക്ക് പറയാനാണ് അവർ പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ കണ്ണനങ്ങോട്ട് സങ്കടമായി. താൻ വെണ്ണ മോഷ്ടിച്ചിട്ടില്ല എന്ന് അമ്മയോടൊക്കെ അവൻ പറഞ്ഞു. യശോദാമ്മ പ്രഭാവതിയോട് പറഞ്ഞു, പ്രഭാവതി, ഇനി കണ്ണൻ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് വെണ്ണ മോഷ്ടിക്കുകയാണെങ്കിൽ അതിനെ കയ്യോടെ പിടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന് പറയാണ്. ആ വെണ്ണ പുരണ്ട മുഖവുമായിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ, അന്നേരം ഞാൻ അവനെ ശിക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഭാവതിയോട് പറയാണ്.
അപ്പോൾ ആ പ്രഭാവതി ഉണ്ടല്ലോ, കണ്ണനെ നോക്കി മനസ്സാ പറഞ്ഞു, കണ്ണാ നോക്കിക്കോ, ഞാൻ തെളിവോടെ നിന്നെ പിടിച്ചിട്ട് നന്ദറാണിയുടെ അരികിലേക്ക് കൊണ്ടുവരുമെന്നിങ്ങനെ കണ്ണനെ നോക്കി മനസ്സിൽ പറയും. കണ്ണൻ്റെ ലീലകൾ ആരറിയുന്നു? പ്രഭാവതിയുടെ മനസ്സ് കണ്ണനറിയാം. അപ്പോൾ കണ്ണങ്ങനെ പ്രഭാവതിയെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടങ്ങനെ തലയാട്ടി. അപ്പോൾ പ്രഭാവതി പോയപ്പോൾ യശോദാമ്മ കണ്ണനോട് ചോദിക്കും, എന്താണ് കണ്ണ, എന്താ ഉണ്ണി, അമ്മ ധാരാളം വെണ്ണയൊക്കെ നൽകുന്നില്ലേ, പിന്നെന്തിനാണ് ഗോപികളുടെ ഭവനത്തിൽ നിന്ന് വെണ്ണ മോഷ്ടിക്കുന്നതെന്ന്. അപ്പോൾ ആ ഉണ്ണിക്കണ്ണൻ അമ്മയെ നോക്കിയിട്ട് പറയാം, കുറച്ച് വിഷമത്തോടെ പറഞ്ഞു, അമ്മ ഉണ്ണിക്ക് ധാരാളം വെണ്ണയൊക്കെ നൽകുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഉണ്ണിക്ക് ഗോപികമാരുടെ ഭവനത്തിൽ നിന്ന് വെണ്ണ? അമ്മയ്ക്ക് അറിയില്ലേ, അമ്മയുടെ ഉണ്ണി കളവ് പറയുകയില്ല എന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് യശോദമ്മയുടെ സോപ്പ് ഇട്ടിട്ട് കൂടാണ് കണ്ണൻ. അങ്ങനെ ആ പ്രഭാവതി അമ്മയോട് നുണ പറഞ്ഞതാ, അമ്മ കൊടുക്കുന്ന വെണ്ണയെ തൈരൊക്കെ വാങ്ങിക്കാനേ, അതുകൊണ്ടാണ് അവർ കളവ് അമ്മയുടെ അടുത്ത് പറഞ്ഞതാന്ന് പറയും. അപ്പോൾ യശോദമ്മ പറയാം, ശരി ശരി കണ്ണാ, ഇനി ഗോപികളുടെ ഭവനത്തിലേക്കൊന്നും പോയിട്ട് വികൃതിയൊന്നും കാണിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിക്കണ്ണനെ കൊണ്ട് അങ്ങനെ സമ്മതിപ്പിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഉണ്ണിക്കണ്ണൻ ആ ചങ്ങാതിമാർക്കൊക്കെ അങ്ങനെ കളിക്കാൻ പോയി. അങ്ങനെ ഈ പ്രഭാവതി ഇങ്ങനെ കാത്തിരിക്കണേ, ഓരോ ദിവസവും ഇങ്ങനെ കാത്തിരിക്കും, കണ്ണൻ വെണ്ണ മോഷ്ടിക്കാൻ വരുമ്പോൾ കയ്യോടെ പിടിക്കണം എന്ന ചിന്തയിൽ അങ്ങനെ അവരിയ്ക്കണേ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കണ്ണനും ചങ്ങാതിമാരും ഇങ്ങനെ പ്രഭാവതിയുടെ ഭവനത്തിലേക്ക് എത്തി. മുറിയിൽ നിന്നും അങ്ങനെ വെണ്ണ എടുത്തു കഴിച്ചുകൊണ്ടിരിക്കവേ പ്രഭാവതി വന്നു കണ്ണനെ പിടിച്ചു. കണ്ണ, നിന്നെ നന്ദറാണിയുടെ അടുത്ത് തെളിവോടെ ഞാൻ എത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നടക്ക്, നിൻ്റെ അമ്മയുടെ അടുത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഭാവതി കണ്ണൻ്റെ കൈയൊക്കെ പിടിച്ച് ആ നന്ദഭവനത്തിലേക്ക് നടന്നു. ആ കണ്ണൻ എത്ര കുതിരി രക്ഷപ്പെടാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ പ്രഭാവതി ബലമായിട്ട് പിടിച്ചിരിക്കുകയാണ്. താൻ ഇനി വെണ്ണ ഒന്നും എടുത്ത് കഴിക്കില്ല, വിടുമെന്നൊക്കെ കണ്ണൻ പറഞ്ഞു നോക്കി. പ്രഭാവതി ഒട്ടും വിട്ടില്ല. അങ്ങനെ പ്രഭാവതി കണ്ണനെ കൊണ്ടങ്ങനെ നന്ദഭവനത്തിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോഴോ നന്ദഭവനത്തിൻ്റെ പുറത്ത് നന്ദഗോപനെ കണ്ടപ്പോൾ പ്രഭാവതി വേഗം മുഖം മറച്ചു. കണ്ണൻ അപ്പോൾ ചിന്തിച്ചു, അമ്മ തന്നെ ഇങ്ങനെ കണ്ടാൽ ഇന്ന് തല്ല് കിട്ടും ഉറപ്പാണ്, എന്താ അപ്പം ചെയ്യിക്കാന്നത് എന്ന് കണ്ണൻ ചിന്തിച്ചു. അപ്പം വേഗം കണ്ണൻ പ്രഭാവതിയുടെ മകൻ്റെ രൂപം സ്വീകരിക്കുകയാണ്. ആ മായക്കണ്ണന് എന്താ അസാധ്യമല്ലാത്തത്? അങ്ങനെ മുഖം മറച്ചിരിക്കുന്നതിൽ പ്രഭാവതി ഉണ്ടോ? കണ്ണൻ്റെ ഈ ലീലകൾ അറിയുന്നു? ഒന്നും പ്രഭാവതി അറിയുന്നില്ല. കണ്ണനല്ല ആ സ്ഥാനത്ത് പ്രഭാവതിയുടെ മകനാണ്. പ്രഭാവതി ആ മകനെ തന്നെയാണ് കൈ പിടിച്ചിട്ട് യശോദമ്മയുടെ അടുത്തേക്ക് വന്നത്. അങ്ങനെ പ്രഭാവതി ഉമ്മറത്തേക്കൊക്കെ ചെന്ന് നന്ദറാണിയെ വിളിച്ചു, യശോദാമ്മ എന്നൊക്കെ വിളിച്ചിട്ട്. അപ്പം പ്രഭാവതി എന്താന്നൊക്കെ ചോദിച്ചിട്ട് യശോദാമ്മ ഇറങ്ങി വന്നു. എന്താ നോക്കൂ, ഈ ഉണ്ണി എൻ്റെ വീട്ടിലെ വെണ്ണ മോഷ്ടിക്കാൻ കയറി. അപ്പോൾ വെണ്ണ പുരണ്ട മുഖമായിട്ടേ ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. യശോദാമ്മ നന്ദറാണിക്ക് അതിശയമായി. ഈ ഉണ്ണി വെണ്ണ എടുത്തതിന് പ്രഭാവതി എന്തിനാ ഉണ്ണിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ നന്ദറാണി, നിങ്ങളല്ലേ പറഞ്ഞത് കണ്ണൻ വെണ്ണ മോഷ്ടിച്ച കയ്യോടെ പിടിച്ചിട്ട് കൊണ്ടുവരണമെന്ന്, എന്നിട്ടിപ്പോൾ എന്താ ഭാവത്തിൽ യശോദാമ്മയെ നോക്കുകയാണ് പ്രഭാവതി. അപ്പോൾ യശോദാമ്മ പറയാണ്, പ്രഭാവതി ഞാനങ്ങനെ പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷേ അതിനെന്തിനാ ഈ ഉണ്ണിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അതാണ് ഞാൻ ചോദിക്കുന്നത് എന്ന്. അപ്പോൾ പിന്നെ യശോദാമ്മയ്ക്ക് ചിരി വന്നു. യശോദാമ്മ പ്രഭാവതിയുടെ അടുത്ത് പറയണേ, നിങ്ങൾ മുഖം മറച്ചിരിക്കുന്നത് മാറ്റി ഉണ്ണിയെ ഒന്ന് നോക്കൂ. അങ്ങനെ പ്രഭാവതി വേഗം മുഖാവരണമൊക്കെ മാറ്റിയിട്ട് ഉണ്ണിയെ നോക്കി. താൻ കൈ പിടിച്ചിരിക്കുന്നത് സ്വന്തം മകനെ എന്ന് കണ്ട് പ്രഭാവതി അങ്ങനെ അമ്പരന്നു പോയി. താൻ പിടിച്ചു കൊണ്ട് വന്ന ആ കണ്ണനെവിടെ? ആ സ്ഥാനത്ത് തൻ്റെ മകനാണ്, ഇവനെങ്ങനെ ഇവിടെ വന്നു എന്ന് പ്രഭാവതി ഇങ്ങനെ ചിന്തിക്കുകയാണ്. പ്രഭാവതിക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. ആകെ നാണം കെട്ടി നിൽക്കുന്ന പ്രഭാവതിയുടെ ആ അവസ്ഥ കണ്ടിട്ട് അവിടെ നിന്ന ഗോപികകളെല്ലാം ചിരിച്ചു. പ്രഭാവതി സ്വന്തം മകനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് വേഗം നന്ദഭവനത്തിന് പുറത്തേക്ക് വന്നു.
നന്ദഗൃഹത്തിന് പുറത്തു വന്നപ്പോൾ കണ്ണൻ വീണ്ടും തൻ്റെ രൂപം കണ്ട് സ്വീകരിച്ചു. അത് കണ്ട് അതിശയിച്ച പ്രഭാവതിയോട് ചിരിച്ചുകൊണ്ടാണ് കണ്ണൻ പറയാണ്, ഇനി എന്നെ പിടികൂടാൻ ശ്രമിച്ചാലേ ഞാൻ നിങ്ങളുടെ പതിയുടെ രൂപമായിരിക്കും സ്വീകരിക്കുക എന്ന്. അത് കേട്ട് പ്രഭാവതി വേഗം കണ്ണൻ്റെ കയ്യിലെ പിടിവിട്ടു. അതിനുശേഷം ഗോപികമാർ ആരും തന്നെ കണ്ണനെ പിടികൂടാൻ ശ്രമിച്ചിട്ടേയില്ല. ആ മായക്കണ്ണല്ലേ, ആ മായക്കണ്ണൻ്റെ ലീലാവിലാസങ്ങൾ ആരറിയുന്നു? എന്തെല്ലാം ലീലകളാണ്, എത്ര കേട്ടാലും മതി വരാത്ത ലീലകൾ. ആ കുസൃതി കുറുമ്പൻ്റെ കഥകൾ ഇനിയും നമുക്ക് കേൾക്കാം. ആ പാതാരവിന്ദത്തിൽ നമുക്ക് ഭക്തി നൽകുവാൻ പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.